സ്തോത്രം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയതിലുമെന്നെ പിരിയാത്ത മാത്തൊരു നല്ല സഖിത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു. ആവശ്യഭാരം തണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്ത നെന്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെല്ലാം തിരുപാദ സേവയതാ. ചേരും ഞാൻ ഒടുവിൽ പ്രിയനരികിൽ, ആരുമായോടവൻ എന്നെ മാറോടണയ്ക്കും. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 24 മുതലുള്ള ചില തിരുവചനങ്ങൾ. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമായിട്ട് 4 ഉറുമ്പ് ബലഹീന ജാതി എങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്നത് 3, ചന്തമായി നടക്കുന്നത് 4. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. നീ നിഗളിച്ച് ഭോഷത്വം പ്രവർത്തിക്കയോ ദോഷം നിരൂപിക്കയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും, കോപം ഇളക്കിയാൽ വഴക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. പുതിയ ജീവിത ശൈലി എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്നും അല്പമായി നമുക്ക് ചിന്തിക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ കാണുവാനായി കഴിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ക്രിസ്തു യേശുവിൽ നിന്നുള്ളതും കാൽവരി ക്രൂശിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അഥവാ ശ്രേഷ്ഠതകളും ആണ്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇവ വിശ്വാസത്താൽ ദൂരെ നിന്ന് മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ എത്രയധികം സ്വാധീനം ചെലുത്തത്തക്കതായിരുന്നു. അവരെല്ലാവരും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം പ്രാപിച്ച നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിക്കുവാൻ എത്രയധികം ജാഗ്രതയുള്ളവർ ആയിരിക്കണം. അബ്രഹാം മഹാധനവാനായിരുന്നു എങ്കിലും
അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആ കൂടാര ജീവിതത്തെ അഥവാ വിശ്വാസ ജീവിതം തൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും അദ്ദേഹം പഠിപ്പിച്ചു. എന്തുകൊണ്ട്? ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തെ കുറിച്ചുള്ള വെളിപ്പാട് അബ്രഹാമിന് ഉണ്ടായിരുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:10 കാണുന്നു. ആ നഗരമാണ് സൂര്യകാന്തം പോലെ ജ്യോതിസുള്ള പുതിയ യെരുശലേം എന്ന നഗരം. നിത്യതയിൽ അബ്രഹാം പുതിയ യെരുശലേമിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല. എന്നാൽ ആ നഗരത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ താൻ തൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കൂടാരങ്ങളിൽ പാർത്തു. പുനരുത്ഥാന ശരീരം, പുതിയ യെരുശലേം, സിയോൻ ഇവയെക്കുറിച്ചുള്ള തേജസ്സേറിയ വാഗ്ദത്തങ്ങൾ നാം വിശ്വാസത്താൽ കാണുന്നുവെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ അത് എത്രയധികം മാറ്റം ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന അനാവശ്യമായ കാര്യങ്ങളെ എത്ര ലഘുവായി നാം വിട്ടുകളയും. ലാഭമായി തോന്നുന്ന അനേക കാര്യങ്ങളെയും നാം എത്രയും ഛേദമെന്ന് എണ്ണം. എത്രയോ കാര്യങ്ങളെ നാം ചവറുപോലെ എറിഞ്ഞു കളയും. പ്രിയപ്പെട്ടതായും വിലയേറിയതായി നാം ഇപ്പോൾ കണക്കാക്കുന്ന കാര്യങ്ങളെ നിസ്സാരമായി വിട്ടുകളയും. കർത്താവിന്റെ വരവ് താമസിക്കുന്നു എങ്കിൽ വിശ്വാസത്താൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അതിനായി നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു. കർത്താവെ, ദയോളാടിയങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, കരുണയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപപ്രവൃത്തികളിൽ അകപ്പെട്ട് കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച് യേശുവിൻ്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മുഴുവൻ ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശ് യാഗമായി ഹല്ലേലൂയ മുതുക് ഉഴവു ചാൽ പോലെ പടയാളികൾ കീറി മുറിക്കപ്പെട്ടപ്പോഴും ഹല്ലേലൂയ അവൻ പാപികളായ മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ മുഴുവൻ രക്തവും കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ആ യേശുവിന്റെ സ്നേഹത്തെ മറക്കാത്ത മക്കളായി ദിനംതോറും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിയുന്ന കർത്താവേ, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യജീവൻ, നിത്യരാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നറിയുന്നു. അപ്പാ, ആ നിത്യജീവനിൽ യേശു കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുവാൻ യോഗ്യതയുള്ള മക്കളാക്കി അടിയങ്ങളെ അങ്ങ് തീർക്കണം കർത്താവേ. ആമേൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരത്രേ കൊള്ളാകുന്നവർ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ അതാ ഞങ്ങൾ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. പുറമേ ഞങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗമുണ്ട് എങ്കിലും കർത്താവെ, അത് യേശുവിന്റെ അടിപ്പിടലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തരുവാൻ അങ്ങ് ശക്തനായിരിക്കുക. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി, പാപത്താൽ വന്ന സകല രോഗങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് യേശുവിന്റെ മക്കളായി തീരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. അല്ല ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള രോഗങ്ങളാണ് എങ്കിൽ കർത്താവേ, ഈ പരീക്ഷാ ഘട്ടങ്ങൾ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. മനുഷ്യൻ ഏത് രോഗത്താൽ മരിച്ചാലും ആ മനുഷ്യന് നിത്യജീവനിലെത്തുവാൻ തടസ്സമല്ല എന്നറിയുന്നു കർത്താവേ. എന്നാൽ നാഥ, ആന്തരിക മനുഷ്യന്, ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ഹല്ലേലൂയ ഏത് പാപത്താൽ വന്ന രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമല്ലോ. യേശുവിന്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനം ലഭിക്കുമല്ലോ. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുമല്ലോ കർത്താവേ.
എന്നാൽ മനുഷ്യന് ഏത് അല്ലലിയ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും അതൊന്നും നിത്യജീവനിൽ കടക്കുന്നതിന് തടസ്സമല്ല എന്നറിയുന്ന കർത്താവേ. എന്നാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ഹല്ലേലൂയ ആമേൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കാണപ്പെടുന്ന ജഡത്തിന്റെ പ്രവൃത്തികളായ പാപം ഞങ്ങളുടെ അകത്തെ മനുഷ്യനിലുണ്ട് എങ്കിൽ കർത്താവേ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ഹല്ലേലൂയ ആമേൻ, പലവിധ പാപ പ്രവർത്തികൾ നിറയപ്പെട്ട ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ നിത്യജീവനിൽ കടക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ദൈവജനം പഠിപ്പിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനിലുള്ളതായ ഇതെല്ലാം പാപങ്ങളെയും നീക്കി കർത്താവേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവേ, ദിനംതോറും മാനസാന്തര അനുഭവത്തോടെ യേശുവിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ കർത്താവേ, ആമേൻ, ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞതായ ഹല്ലേലൂയ ആ രക്തത്തെ ഹല്ലേലൂയ നിന്ദിച്ചു കളയാതെ, ഹല്ലേലൂയ തള്ളിക്കളയാതെ വണ്ണം ആ യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ മാർവിൽ ചാരി ദിനവും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണപ്പാ. വിശുദ്ധ വേദഭാഗത്തിൽ ഞാൻ വായിച്ചു പഠിച്ചതുപോലെ കർത്താവെ, പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും, എന്നാൽ കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകുമല്ലോ കർത്താവ്. കുടുംബങ്ങൾക്കെല്ലാം ഒരു സമാധാനം നൽകണം അപ്പ. കോപ പിശാചിന്റെ പിടിയിൽ നിന്ന് കുടുംബത്തിലെ സകല വ്യക്തികളെയും വിടിവിക്കുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അപ്പ. വഴക്കാളി പിശാചിനെ, കോപ പിശാചിനെ കുടുംബങ്ങളിൽ നിന്ന്, ദൈവമക്കളുടെ കുടുംബങ്ങളിലെ ഒരു വ്യക്തിയുടെ മേലും അവൻ യാതൊരു അധികാരം അവകാശം ഇല്ലല്ലോ കർത്താവ്. അപ്പൊ ആ കോപമിളക്കുന്ന, വഴക്കുണ്ടാക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ അഴിഞ്ഞു മാറുവാൻ അങ്ങ് സഹായിക്കണമേ. രക്തത്താൽ മുതലത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം. അപ്പായി പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. സന്തോഷവും സൗഖ്യ സമാധാനം നൽകണം അപ്പ. ഹല്ലേലൂയ. പലവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ നിരാശയോടെ രോഗസൗഖ്യത്തിനായി ഹല്ലേലൂയ ആമേൻ മറ്റിതര വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ളതൊക്കെ യേശു കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ സ്തോത്രത്തോടുകൂടെ അപ്പൻ്റെ ഹല്ലേലൂയ പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ ഇറക്കി വയ്ക്കുന്ന കർത്താവ്, കുടുംബങ്ങളിൽ സമാധാനം നൽകണമപ്പ. മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളിലെ സകല വ്യക്തികളെ വിടിവിക്കുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂപ്പ. ഹല്ലേലൂയ. സ്തോത്ര കർത്താവേ, സ്തുതിക്കുന്ന പൂർണ്ണമായ മാനസാന്തര അനുഭവം കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങൾക്ക് നൽകണമപ്പ. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം വിടിവിക്കണമപ്പ. പൈതങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് വിജയം പ്രാപിച്ച് കർത്താവേ, നല്ല കോഴ്സുകൾ കിട്ടുവാൻ, ദൈവഹിതപ്രകാരമുള്ള കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാൻ, ബുദ്ധിയുടെ പരിജ്ഞാനത്തോടെ, ദൈവിക ജ്ഞാനത്തോടെ പഠിച്ച് മുന്നേറുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹിക്കണം, മാനിക്കണം. നാഥ, രക്തത്താല് വനത്താല് കഴുകണമേ, ശുദ്ധീകരിക്കണം, കൃപയ്ക്കുള്ളിൽ മറച്ചോണം അപ്പ. കുഞ്ഞാട്ട് രക്തത്താല് വനത്താല് കഴുകണമേ, ശുദ്ധീകരിക്കണം അപ്പ. കർത്താവേ, ഇനിയുള്ള നാളുകൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തെ ദൈവം ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുന്നതൊക്കെ ഞങ്ങളെല്ലാവർക്കും സഹായിക്കണം അപ്പ. അനുഗ്രഹിക്കുക, മാനിക്ക്, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ ഏൽക്കണം നല്ല പിതാവ്. ആമേൻ. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം.